എല്ലാവർക്കും ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ റോജാ കാതലൻ AR റഹ്മാൻ ഇന്ന് 59 പിറന്നാൾ. പുതുമയാർന്ന പാട്ടുകൾ കൊണ്ട് പ്രേക്ഷകന്റെ ആസ്വാദന മനസ്സിനെ കവർന്ന ചുരുക്കം സംഗീതജ്ഞരിൽ മുന്നിലാണ് AR റഹ്മാൻ. 3 പതിറ്റാണ്ട് പിന്നിട്ട് വെണ്ണിലാവിൽ മുത്തമിട്ട് തുടരുന്ന സംഗീത സഭയ്ക്ക് AR റഹ്മാൻ തുടക്കമിട്ടത് മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിലൂടെയാണ്. 1992 യോധ കൂടിയായപ്പോൾ സിനിമാ സംഗീത ലോകം ഉറപ്പിച്ചു, മൂളിപ്പാടാനും തട്ടുപൊളിപ്പൻ പാട്ടിനും വിഷാദ്ര നേരത്തും റഹ്മാൻ സംഗീതം തുണയാകും. മണിരത്നം സമ്മാനിച്ച ഈ പ്രതിഭ ശങ്കറിലൂടെ, ഭാരതി രാജയിലൂടെ, P. വാസുവിലൂടെ, രാജീവ് മേനോനിലൂടെ നമുക്ക് സമ്മാനിച്ച പാട്ടുകൾക്ക് എന്നും തേൻ നിറവാണല്ലോ. എത്താത്ത ഉയരത്തിൽ വെച്ച പ്രണയനിലാവിലൂടെ റഹ്മാൻ സമ്മാനിച്ചത് പ്രണയം എത്ര സുന്ദരമായ മിൻസാരമാണ് എന്ന ചിന്തയാണ്. റഹ്മാന്റെ സംഗീത ജീവിതത്തിൽ ബോംബെ എന്ന ചിത്രം വഴിത്തിരിവായപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര കേട്ടാലും മതിവരാത്ത ഒരു പിടി സുന്ദരമായ പാട്ടുകൾ. 90കളിൽ AR റഹ്മാൻ തമിഴ്, ഹിന്ദി സിനിമാ ശാഖയ്ക്ക് നൽകിയത് കാലം മിനിക്ക് തിളക്കമേറ്റ പാട്ടുകളാണ്. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീതം റഹ്മാൻ ജീവശ്വാസം പോലെ കൊണ്ടു നടന്നു. കീബോർഡുമായി അച്ഛന്റെ സ്റ്റുഡിയോയിൽ സഹായിയായി നിൽക്കുന്ന കാലം കുഞ്ഞു റഹ്മാന് ബാലകളരിയായിരുന്നു. പിന്നീട് സംഗീതം മാത്രം കൈമുതലാക്കി ജീവിതം സ്വപ്നം കണ്ട കൗമാര യൗവനകാലം. പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എല്ലാം വശത്താക്കി പരസ്യങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും സംഗീതം നിർവഹിച്ചാണ് തുടക്കം. മൊസാർട്ട് സിംഫണി പരസ്യത്തിൽ ഉപയോഗിച്ച് ലോകസംഗീതത്തിലെ അറിവ് പ്രകടമാക്കി റഹ്മാൻ. ഇന്ത്യൻ മണ്ണും കടന്ന് ആ പേര് ഈണമായി പരിലസിക്കുന്നതിന് പിന്നിൽ സംഗീതം എന്ന ഒറ്റ ശ്വാസമേ ഉള്ളൂ. പ്രണയികൾക്ക് റഹ്മാൻ എന്നാൽ എക്കാലവും വിണയത്താണ്ടി വരുവായ അലൈപ്പായുധേ, രംഗ്ദേ ബസന്തി, ജോധാ അക്ബർ ഇങ്ങനെ ചിലതാണ്. ഇസൈമന്നനായി ഇനിയും ഏറെ ഈണങ്ങൾ സമ്മാനിക്കാൻ ആയുസ് പിറവിയെടുക്കട്ടെ.